അങ്ങനെ 2024 തൃശ്ശൂർ പൂരത്തിന് പൊട്ടിച്ച വെടിക്കെട്ടിനേക്കാൾ സൗണ്ടിൽ 2024 പല പടങ്ങളും പൊട്ടിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഒന്നാമതായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ പൊട്ടിച്ച പടക്കാണ് മലക്കോട്ടയിലെ വാലിബൻ. ജനുവരി 25-നായിരുന്നു ഈ പടത്തിൻ്റെ റിലീസ്. എന്നാൽ ബോക്സ് ഓഫീസിൽ താഴോട്ട് പോയിക്കൊണ്ടിരുന്ന ലാലേട്ടനെ ഉയർത്താൻ വേണ്ടിയിട്ടായിരുന്നു LJP വന്നിരുന്നത്. എന്നാൽ ഈ പടം റിലീസിന് ശേഷം ലാലേട്ടൻ ഇന്ത്യ വിട്ട റോക്കറ്റ് പോലെ എവിടെയോ എത്തിപ്പോയി. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ പൂച്ചാനി കളിപ്പിച്ച് ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഉലക നായകൻ നമ്മുടെ ലാലേട്ടനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്താൻ സമ്മതിക്കുമോ? ഉലക നായകനും ഇറക്കി ഒരു സാധനം ഇന്ത്യൻ 2 ഇന്ത്യക്കാരൊന്ന് വിറപ്പിക്കാൻ വേണ്ടി ഇറക്കിയതാ. അവസാനം ഇറക്കിയ ശങ്കറും അഭിനയിച്ച ഉലക നായകനും ഒന്ന് വിറച്ചു. പിന്നെ ഇറങ്ങിയതിന് സ്പീഡിലായിരുന്നു പടം തിയേറ്ററിൽ നിന്ന് പോയത്. പിന്നെ കണ്ടവർക്കൊക്കെ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു, അപരാധം. അങ്ങനെ ഇവര് രണ്ടുപേരും കുശലൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ വിജയ് ഇല്ല ഞാൻ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് വിജയ് ഇറക്കി വിട്ടു ഒരു ജിമിട്ട് സാധനം, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ആരാധകര് വിജയ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിൻ്റെ വിഷമത്തിൽ ഇരിക്കുന്നതിൻ്റെ ഇടവേളയിലാണ് ഈ പടം ഇറങ്ങിയ സന്തോഷത്തിൽ ഇത് കാണാൻ പോകുന്നത്. ഇത് കണ്ടതിൻ്റെ വിഷമം മാറാൻ അവരെന്തൊക്കെ ചെയ്തു എന്ന് അവർക്ക് മാത്രമേ അറിയൂ. അങ്ങനെ ഒന്നൊത്താ മൂന്നൊത്തു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ സ്വന്തം സാക്ഷാൽ ബിഗ് ബിയും പിന്നെ നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ രജനീകാന്തും കൂടിയിട്ട് ഒരു പൂത്തിരി കമ്പിത്തിരി സാധനങ്ങൾ ഇറക്കി വിട്ടു, വേട്ടയ്യൻ. അതാണെങ്കിൽ ഇടം വലം നോക്കാതെ ആൾക്കാർ പഞ്ഞിക്കിട്ടു. അങ്ങനെ എല്ലാവരും എല്ലാം കണ്ടിങ്ങനെ മടുത്തിരിക്കുന്ന സമയത്താണ് വെള്ളി വെളിച്ചത്തിൻ്റെ രീതിയിൽ എല്ലാവർക്കും ഒരു പ്രതീക്ഷയായിട്ട് സൂര്യ കങ്കുവായിട്ട് വരുന്നത്. കങ്കുവ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ തിരക്ക് ENT ഡോക്ടർ അവിടെയായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. അങ്ങനെ ഈ കൊല്ലം ഇവരോട് കൂടി ഈ അപരാധങ്ങളൊക്കെ അവസാനിക്കുന്നു വെച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പുഷ്പൻ അങ്ങോട്ട് ഇറങ്ങുന്നത്. പുഷ്പൻ അങ്ങോട്ട് ഇറങ്ങി പുഷ്പിച്ച് കഴിഞ്ഞപ്പോൾ പുഷ്പയുടെ ചന്ദനക്കടത്ത് കാണാൻ പോയവർക്ക് അവിടെ പുഷ്പേൻ്റെ ചന്ദനമഴ സീരിയലാണ് കാണാൻ പറ്റിയെന്നാണ് പോയോരും കണ്ടോരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്.